സോ ഫ്രാങ്കോണിലെ ലാർജസ്റ്റ് സിറ്റിയും ബവേറിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയായ ന്യൂറംബർഗ് കാണാൻ നമുക്ക് പോയാലോ? സോ രാവിലെ തന്നെ ഞാനതേ മാറ്റൊരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് ന്യൂറംബർഗ് കാണാൻ വേണ്ടിയിട്ട്. ന്യൂറംബർഗിൽ 4 എൻട്രി പോയിന്റിൽ ക്യോനിഗ്സെൻ എൻട്രി പോയിന്റിലൂടെയാണ് ഞാൻ ആദ്യം കയറിയത്. അത് നമ്മുടെ ഹോപ്റ്റ്ബാനഫിന് നേരെ ഓപ്പോസിറ്റ് ആണ്. കയറിയ പാട് ആദ്യം കണ്ടത് വിഷിംഗ് വെല്ലാണ്. കാണാൻ നല്ല കൗതുകമായിരുന്നു, കാരണം കുറേ പേര് കുറേ വിഷസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് പിന്നെ പ്രത്യേകിച്ച് എങ്ങോട്ടേക്ക് പോകണം യാതൊരു ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് റാൻഡമായിട്ട് അങ്ങ് നടന്നു പോകാം. ഇങ്ങോട്ടൊന്നില്ലാണ്ട് പോകുന്ന സമയത്താണ് നമ്മൾ സെന്റ് ലോറൻസ് ചേർച്ച് കണ്ടത്. അങ്ങനെ ചേർച്ചിൻ്റെ ഉള്ളിലൊക്കെ കയറി അതെല്ലാം കണ്ടു. വീണ്ടും നമ്മൾ അതിന് ഇറങ്ങി നടന്നു തുടങ്ങി. പോകുന്ന വഴി ക്രിസ്മസ് മാർക്കറ്റ്സ് കണ്ടെങ്കിലും നമ്മൾ കയറിയില്ല, കാരണം നമുക്ക് നൈറ്റ് വരാം. അങ്ങനെ നമ്മൾ നേരെ വിട്ടു ബുർഗ് കാണാൻ. ന്യൂറംബർഗിലെ ഏറ്റവും ടോപ്പ് പോയിന്റിലാണ് നമ്മുടെ കാസ്റ്റിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂറംബർഗ് സിറ്റിയുടെ തന്നെ ഒരു വ്യൂ അതിൻ്റെ ടോപ്പിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വ്യൂ എല്ലാം കണ്ട് കാസ്റ്റിലെല്ലാം നമ്മളൊന്ന് കുറച്ച് നേരം നടന്ന് കണ്ട് വീണ്ടും നടന്നു. ഇതാണ് നമ്മുടെ പെനിക്സ് റിവർ. ഈ ഒരു റിവറിന്റെ പേരിലൊരു ടൗൺ തന്നെയുണ്ട്. പോകുന്ന വഴി ക്യൂട്ട് സിറ്റി ട്രെയിൻസ് കണ്ടു. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നേരെ പോയത് അഞ്ചേപ്പറാണ്. ഇറ്റ്സ് എ പ്യുവർ ചെറ്റ്നാഡ് റെസ്റ്റോറൻറ്റ്. നമ്മൾ അവിടുന്ന് ബൊഫെ കഴിച്ചു. അവിടെ ഇറങ്ങിയപ്പോഴേ വിന്റർ ഡോഫ്, അതായത് ന്യൂറംബർഗിലെ വിന്റർ വില്ലേജ്. അവിടെ ഒരുപാട് ക്യൂട്ട് ഷോപ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചുകൂടി ഈവനിങ് ആയതുകൊണ്ട് ലൈറ്റ്സ് എഫിൽ കാണാൻ ഭംഗിയായിരുന്നു. കുറച്ച് ടൈം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു, കാരണം കുറച്ചും കൂടി ഡാർക്കായിട്ട് നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിലോട്ട് പോകാം. അപ്പോഴേ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. അപ്പൊ നമ്മൾ ന്യൂറംബർഗ് ഫസ്റ്റ് ഡേ വന്നിട്ട് നമ്മൾ കിരണിനെ മീറ്റ് ചെയ്തിട്ടുണ്ട്. കുറെ കാലമായിട്ട് നമ്മൾ പറയുന്നു മീറ്റ് ചെയ്യണം. ഫൈനലി ഞാൻ വെക്കേഷൻ എടുത്ത് വന്നു ന്യൂറംബർഗിലോട്ട്. 4 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നു. അതെ, അല്ലാണ്ട് വേറെ പണിയില്ലാത്തോണ്ടല്ല. ഞാനും കയറുന്നത് നൈറ്റ് ആകുമ്പോൾ ക്രിസ്മസ് മാർക്കറ്റിലോട്ട് എൻട്രി ചെയ്യാണ്. ക്രിസ്മസ് മാർക്കറ്റ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ആൻഡ് എൻട്രി ചെയ്ത സമയത്ത് നമ്മൾ കണ്ടത് ഷ്യൂണോ ബ്രോൺ, അതായത് ബ്യൂട്ടിഫുൾ ഫൗണ്ടൻ. ഇതിന്റെ ഫെൻസിൽ ഗോൾഡനും കറക്കി നമ്മുടെ വിഷസ് ഗ്രാൻഡ് ചെയ്യുന്നതാണ് വിശ്വാസം. അങ്ങനെ നമ്മൾ മാർക്കറ്റ്സ് എല്ലാം പോയി കണ്ടു. അതിൻ്റെ ഇടയിൽ നമ്മളൊരു ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്തു. ആൻഡ് ന്യൂറംബർഗ് ക്രിസ്മസ് മാർക്കറ്റ് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നു. ആൻഡ് നല്ല തിരക്കും ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് മിനിയേച്ചർ തിങ്സും ക്യൂട്ട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം ഇതെല്ലാം നോക്കി നിന്നു. അങ്ങനെ അവിടെ കുറച്ചധികം നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത് എല്ലാ മാർക്കറ്റ്സും കണ്ട് അതിൻ്റെ സൈഡിൽ മാർക്കറ്റ് ഓഫ് പാർട്ട്ണർ സിറ്റീസ് ഉണ്ടായിരുന്നു. എപ്പോൾ കാണും? അങ്ങനെ കിരൺ പോയി. പിന്നെ നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ബൈ.